ഇംഗ്ലീഷ്, ഹിന്ദി സബ്ജക്റ്റുകളൊക്കെ നമ്മുടെ കുട്ടികൾക്ക് അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാൻ പറ്റിയ ഒരു ടിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഹായ് നമസ്കാരം, എൻ്റെ പേര് ഹഫ്നാസ് കെ. ഞാൻ ഏകദേശം 6 വർഷത്തോളമായിട്ട് ടീച്ചിങ് ഫീൽഡിനകത്തുണ്ട്. ഇപ്പൊ ഞാൻ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് +1, +2 CBSE ആൻഡ് സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ടൈമില് ഇംഗ്ലീഷ്, ഹിന്ദി സബ്ജക്റ്റുകളൊക്കെ നമ്മുടെ കുട്ടികൾക്ക് അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാൻ പറ്റിയ ഒരു ടിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത്. അത് നിങ്ങൾ ചിലപ്പോൾ പല സ്ഥലങ്ങളിലും കോഴ്സും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടൊക്കെ ഉണ്ടാവും, ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ മലയാളം മീഡിയം ആയിരുന്നു 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് പെട്ടെന്ന് ട്രാൻസ്ഫർ ആയിട്ട് വന്ന സമയത്ത് എനിക്കത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് ഫീൽ ചെയ്തു. കാരണം നമ്മൾ 10ാം ക്ലാസ് വരെ കെമിസ്ട്രി, രസതന്ത്രം എന്നാണ് നമ്മളവിടെ പഠിക്കുന്നത്. +1 +2 സയൻസ് എടുത്ത സമയത്ത് അവിടെ കെമിസ്ട്രി കേൾക്കുന്നു. അപ്പൊ എനിക്കത് ഭയങ്കര ഒരു ഇതായി. ആ സമയത്ത് ഇംഗ്ലീഷിനകത്ത് ഞാൻ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു വലിയ ടെക്നിക്ക് ഉണ്ട്. അതിനുശേഷം എനിക്ക് കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു. ഇന്നിപ്പോ ഞാൻ ഇംഗ്ലീഷിലേക്കാണ് എന്റെ ഔട്ടർ സ്റ്റേറ്റ് സ്റ്റുഡൻസിനൊക്കെ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ടൈമില് എന്നെ അന്നും ഇന്നും ഹെൽപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഞാനൊരു ബുക്ക് എടുത്തു. ആ ബുക്കിനകത്ത് എല്ലാ ദിവസവും ഒരു 3 വേർഡ് ഇംഗ്ലീഷ് എഴുതും, അതിന്റെ മീനിങ് എഴുതും. അത് പഠിച്ചിട്ടായിരിക്കും ഞാൻ അന്ന് കിടക്കുന്നത്. പിറ്റേ ദിവസം അതേ വേർഡ്സ് ഞാൻ റിവൈസ് ചെയ്യുന്നു, വീണ്ടും അടുത്ത 3 വേർഡ്സ് അത് പഠിക്കുന്നു, കിടക്കുന്നു. ഇങ്ങനെയുള്ള ഒരു റൂട്ടീനാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് ഏകദേശം ഒന്ന് ആലോചിച്ച് നോക്കും, 1 മാസത്തോളം നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 100-നടുത്ത് വേർഡ്സും അതിന്റെ മീനിങ്സും നമ്മൾ പഠിച്ചു. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള എല്ലാ വേർഡ്സും പഠിച്ചെടുക്കാനായിട്ടൂടെ നോക്കാം. ഇത് ഹ്യൂജ് ആയിട്ടുള്ള ഒരു ചേഞ്ച് നമ്മുടെ ലാംഗ്വേജിനകത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഇത് കൂടാണ്ട് നിങ്ങൾ ചിലപ്പോൾ മൂവീസ്, സീരീസ് ഒക്കെ കാണുന്ന ആൾ കൂടെ ആയിരിക്കും. ഇതൊക്കെ കാണുന്ന സമയത്ത് ഇംഗ്ലീഷ് മൂവീസും സീരീസും ഒക്കെ കാണുന്ന സമയത്ത് സബ് ടൈറ്റിൽ ഇട്ട് കാണാനായിട്ട് നോക്കാം. മൂവി സബ് ടൈറ്റിൽ ഇട്ട് കാണുന്ന സമയത്ത് ചില വേർഡ്സ് ഒക്കെ വരും, നമുക്ക് ഒട്ടും അറിയാത്ത വേർഡ്സ് ആയിരിക്കും. അത് ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്ത് നോക്കുക, അതിന്റെ മീനിങ് കണ്ടുപിടിക്കുക. അപ്പൊ ആ മൂവിയുടെ അകത്ത് തന്നെ, ആ ഒരു പ്രോസസ്സിനകത്തൂടെ തന്നെ പോകുന്ന സമയത്തും നമുക്ക് കുറെ വേർഡ്സ് ക്യാപ്ചർ ചെയ്യാനും ഒത്തിരി നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാനായിട്ട് കഴിയും. അപ്പൊ എല്ലാരും പരീക്ഷ നോക്കും. ഒത്തിരി ഫീസൊക്കെ കൊടുത്ത് ഇംഗ്ലീഷ് ഇതുവരെ പഠിക്കാണ്ട് നടക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും. നിങ്ങളുടെ ലൈഫിൽ ഉപയോഗിക്കും. ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാനും അതേപോലെ തന്നെ പഠിച്ചു തുടങ്ങാനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ടെക്നിക്കാണത്. ഓക്കെ, താങ്ക് യു. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.